ഹലോ ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ബുള്ളറ്റിൻ്റെ പുതിയ മോഡലായിട്ടുള്ള ബുള്ളറ്റ് ട്രയൽസ്. അപ്പോൾ ഇത് ബുള്ളറ്റ് ട്രയൽസിൻ്റെ 350cc വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്കുള്ള ഇപ്പോൾ ഉള്ള ലുക്ക്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ആൻഡ് സബ് ഫ്രെയിംസ് ഫുൾ റെഡ് കളറാണ്. അപ്പോൾ എനിക്കും റെഡ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ബുള്ളറ്റിൻ്റെ ഇലക്ട്ര വേരിയൻറ്റിൻ്റെ സെയിം ടാങ്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ആ വേരിയൻറ്റിൻ്റെ ഏകദേശം സെയിം ലുക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഇൻ്റർസെപ്റ്ററിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ സെയിം ലോഗോ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലോഗോ അത് നല്ല ഭംഗിയുള്ളൊരു ലോഗോ ആണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലോഗോ ആണ്. ഇൻ്റർസെപ്റ്ററിൻ്റെ ഓറഞ്ച് കളറിലുള്ള ഇൻ്റർസെപ്റ്ററിലുള്ള ഒരു ലോഗോ ആണ്. ഇപ്പോൾ ഈ റോയൽ എൻഫീൽഡ് ട്രയൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു സ്റ്റോറി ഉണ്ട്. 1948 മുതൽ 65 വരെ ഇൻ്റർനാഷണൽ ട്രയൽ കോമ്പറ്റീഷനിലും സ്കോട്ടിഷ് ട്രയലിലും ജോണി ബ്രിട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഗോൾഡ് മെഡലും കാര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡ് ടീമിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും അന്നത്തെ ഒരു പ്രോട്ടോടൈപ്പ് മോഡലിൽ നിന്നും ജസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് വന്നൊരു മോഡലാണിത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ബുള്ളറ്റ് ട്രയൽസ് വർക്ക്സ് റെപ്ലിക്ക. അപ്പോൾ ഈ ഒരു ലോഗോ തന്നെ അതിനെ ആസ്പദമാക്കിയിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഫീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഒരു റേസ്ഡ് ഹാൻഡിൽ ബാറാണ് വരുന്നത്. പിന്നെ ഒരു ബ്രേസ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേസ് നമുക്ക് ഇൻ്റർസെപ്റ്ററിലും കാണാം, സെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കിൻ്റെ സെയിം സീറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ വെൽ സ്റ്റിച്ചഡ് ആണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈലൻസർ തന്നെയാണ്. ഈ സൈലൻസർ ശരിക്കും പൊങ്ങിയിട്ടുള്ളൊരു സൈലൻസറാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു റിവർ ക്രോസിങ് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ കൂടെ ഉള്ള റൈഡൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെള്ളം ഉള്ളിലേക്ക് കയറാതെ വരും. പിന്നെ ഓഫ് റോഡ് റൈഡ്സിലൊക്കെ പാറ, കല്ല് അങ്ങനെയുള്ള റൈഡൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ശരിക്കും സൈലൻസർ താഴെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇടിക്കാനുള്ള ചാൻസും അതിന് ഡാമേജ് വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ എൻജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെയും ക്ലാസിക്കിലും എന്ന സെയിം എൻജിൻ തന്നെയാണ്. 346cc 19.8 bhp 28 Nm ടോർക്കുള്ള സെയിം എൻജിൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കാർബറേറ്റർ എൻജിനാണ് 350 മോഡലിന് വന്നിരിക്കുന്നതെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് 500 മോഡലിൽ വന്നിരിക്കുന്നത്. ഈ സബ് ഫ്രെയിംസും മെയിൻ ഫ്രെയിംസും എല്ലാം ഗ്രീൻ കളറിലാണ് 500cc വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഒരു സിംഗിൾ സീറ്റ് വണ്ടിയാണ്. ബാക്കിൽ അവർ ക്യാരിയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സീറ്റ് പിടിപ്പിക്കാമെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ അത് പറ്റില്ല. കാരണം ഫുഡ് പെഗ് പിടിപ്പിക്കാനുള്ളത് രണ്ട് സൈഡിലും പ്രൊവിഷൻസ് ഇല്ല. ഈ സൈഡിലാണെങ്കിൽ നമുക്ക് സൈലൻസർ ഉണ്ട്, പിടിപ്പിക്കാൻ പറ്റില്ല. ഈ സൈഡിലും നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. സോ ഒരു സിംഗിൾ സീറ്റർ, ഒരു സിംഗിൾ ഡ്രൈവിന് വേണ്ടി മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരിയർ തന്നെയാണ്, ഒരു ഗ്ലോസി ഫിനിഷാണ് ഈ ക്യാരിയറിന് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് അതിൻ്റെ ഒരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഈ ടെയില് പഴയ GT അല്ലെങ്കിൽ ഇപ്പോഴത്തെ 650 ട്വിൻസിൽ വരുന്ന സെയിം ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സുമാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ വന്നേക്കുന്നത് ഗ്യാസ് സസ്പെൻഷനുമാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 4 ഗ്രേറ്റേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ 4 ഗ്രേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻഷനുള്ളിലേക്ക് വെള്ളം പിന്നെ ഡേർട്ട് ഇതൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഓഫ് റോഡ് വണ്ടിയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു ടെറൈനിൽ കൂടെ പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് അത് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും റിയറും മഡ് ഗാർഡ്സ് നോർമൽ ബുള്ളറ്റിനെക്കാട്ടിലും
ഷോർട്ടാണ്, ചെറുതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നോർമൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നോർമൽ വണ്ടിയുടെ അത്യാവശ്യം മുമ്പോട്ടാണ്. ഇത് കട്ട് ചെയ്ത് ഷോർട്ടാക്കിയ പോലെയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് കയറി ഇരുന്ന് നോക്കാം. അപ്പോൾ കയറി ഇരിക്കുമ്പോൾ നമുക്കിതിൻ്റെ കൺസോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആംപ് മീറ്റർ മാറിയിട്ട് ഇവിടെ ഇപ്പോൾ ഫ്യൂവലിൻ്റെ റിസർവ് ഇൻഡിക്കേറ്ററും ABSൻ്റെ ഇൻഡിക്കേഷനും കാണാൻ പറ്റും. ഇപ്പോൾ ABSന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ABS വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇൻഡിക്കേഷൻ ഇവിടെ തെളിയും. അതുപോലെ തന്നെ നമ്മൾ റിസർവ് ആകുമ്പോൾ ഈ ഇൻഡിക്കേഷൻ ഇവിടെ തെളിയും. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ ആ ഒരു കൺസോളാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും അവർ കൺസോളിൽ വരുത്തിയിട്ടില്ല. പിന്നെ ഇതിൽ എണീറ്റ് നിൽക്കുമ്പോൾ ഉള്ളൊരു എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്ത് നിൽക്കണ പോലെ ഉണ്ട്. പക്ഷേ എനിക്ക് അത്യാവശ്യം ഹൈറ്റുള്ള ആളായതുകൊണ്ട് അത്ര വലിയൊരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് വരാം. പിന്നെ ഇതിൻ്റെ ടയർ വരുന്നത് സിയറ്റിൻ്റെ പ്രോ ഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു ടയറാണ്. ഡ്യുവൽ പർപ്പസ് ടയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം ടയർ തന്നെയാണ് ഹിമാലയനിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ 90/90 ആണ് ഫ്രണ്ടിൽ, ബാക്കിൽ 110/80 ആണ്. അതായത് 18 ഇഞ്ച് ബാക്കിലും 19 ഇഞ്ച് ഫ്രണ്ടിലുമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് കമ്പനി ഈ ടയർ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആക്സസറി വരുന്നത് ഒരു അലുമിനിയം സം ഗാർഡ് വരുന്നുണ്ട്, എൻജിൻ ഗാർഡും വരുന്നുണ്ട്. അലുമിനിയം സം ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഷ് പ്ലേറ്റ്. പിന്നെ ഒരു എൻജിൻ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഈ ഹാൻഡിൽ ബ്രേസ്, ഇവിടെ വെക്കുന്ന ഒരു ഹാൻഡിൽ ബ്രേസ് പാഡ് വരുന്നുണ്ട് ആക്സസറി ആയിട്ട്. പിന്നെ ഇവിടെ ഒരു നമ്പർ ബോർഡ് വരുന്നുണ്ട്. അതിൻ്റെ പഴയ ആ ഒരു 48 മോഡലിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നമ്പർ വരുന്നുണ്ട്. നോർമൽ ബുള്ളറ്റ് ക്ലാസിക് സീരീസിൻ്റെ സെയിം ഫ്യൂൽ കപ്പാസിറ്റിയാണ് ഇതിന് വന്നിരിക്കുന്നത്, 13.5. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിററിനെ പറ്റിയാണ്. മിറർ നമ്മൾ സ്റ്റാൻഡേർഡ് 500 വന്നേക്കുന്ന ഒരു സെയിം ടൈപ്പ് ഓഫ് മിററാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സോസ് നോട്ട് സെയിം ആണ്, സാധാരണ ബുള്ളറ്റിൻ്റെ സെയിം എക്സോസ് നോട്ടാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സൈലൻസറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ശബ്ദവും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഈ ആക്സസറീസിൻ്റെ റേറ്റും മറ്റ് കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് എങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ വണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ സോളോ റൈഡറാണ്, നിങ്ങൾക്ക് പില്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഒക്കേഷണലി നിങ്ങൾ ഓഫ് റോഡ് പോകുന്നുണ്ട്, നിങ്ങളൊരു റൈഡൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഓഫ് റോഡ് ചൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി പ്രിഫർ ചെയ്യാം. കാരണം ഓഫ് റോഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വണ്ടിക്ക് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ പോലത്തെ വണ്ടികളുടെ അത്രയും ഓഫ് റോഡ് നമുക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്യാവശ്യം ഓഫ് റോഡൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. ഒക്കേഷണലി നിങ്ങൾക്ക് ഒരു ടൂറിംഗ് ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇവിടെ കൊച്ചിയിൽ വരുന്നത് 1,89,314 350 ട്രയൽസിനും 500 ട്രയൽസിൻ്റെ ഓൺ റോഡ് പ്രൈസ് 2,40,149 അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇപ്പോൾ അവൈലബിൾ അല്ല. ബുക്കിങ്ങും മറ്റ് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആലുവയിലുള്ള അർബൻ ലോക്കോബോട്ടിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത എന്തായാലും ഒരു റൈഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. സോ ബൈ.